ആദർശ് ഇന്ന് പതിവിലും നേരത്തെ ഷോപ്പിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഇത് കണ്ട് നയന ചോദിക്കുന്നുണ്ട്, അയ്യോ ആദർശേട്ടൻ ഇത്ര നേരത്തെ പോയാൽ ഞാൻ എങ്ങനെ വരിക? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് സാരമില്ല, നീ ഇളയച്ചൻ്റെയോ അച്ഛൻ്റെയോ ഒക്കെ കൂടെ കാറിനങ്ങ് വന്നാൽ മതി, എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട്. ഇത് കേട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തു പറ്റി? അല്ലമ്മേ, ആദർശേട്ടൻ ഇന്ന് നേരത്തെ പോകണം, എന്നോട് അച്ഛൻ്റെ കൂടെ പോകാനാണ് പറയുന്നത്. ഇതും പറഞ്ഞ് നയന കുളിക്കാനും ഒരുങ്ങാനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജയനും അജയനും കൂടി നേരത്തെ പോകുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അയ്യോ നയനമോളും കൂടെ നിങ്ങളുടെ കൂടെ വരുന്നെന്നാണല്ലോ പറഞ്ഞത്. സമയമില്ല, മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ് ആദർശ് വിളിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ. അവളോട് ഒരു ഓട്ടോ വിളിച്ചോ അല്ല വല്ല കാറും വിളിച്ചോ വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നയന കുളിയെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ എല്ലാവരും പോയോ അമ്മേ? അപ്പോഴേക്കും അനാമിക വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഓട്ടോ വിളിച്ച് പോടി, നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയുള്ളൂ. നീ ആരാണെന്നാ നിൻ്റെ വിചാരം? ഒരു കെട്ടിലമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനാമികയും ജലജയും ജാനകിയും കൂടെ അവളെ കളിയാക്കുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എല്ലാ ദിവസവും കെട്ടിയൻ്റെ കാറിൽ കയറി ലാവിഷായിട്ട് പോകുമ്പോൾ ഇവക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. ഇവൾ ഓട്ടോയ്ക്ക് വന്നുകൊണ്ടിരുന്നവളാ, ഇവക്ക് അതിനൊക്കെയുള്ള യോഗ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകിയും കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നയന പറയുന്നുണ്ട്, അതെൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ്, നിങ്ങളതൊന്നും ഓർത്തു വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നയനയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവയാനിക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. അങ്ങനെ നയന ഓട്ടോയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടി എന്തു പറ്റിയെന്ന്. അല്ലേ ചേച്ചി, ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല, ഇനി വല്ല ടാക്സിക്കും വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനാമികയും ജാനകിയും ജലജയും ഒക്കെ ഇതൊക്കെ കേട്ട് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നീ നടന്നൊക്കെ പോക്കോ, അതാ നിനക്ക് പറ്റിയത്. നടന്നു പോടി, നിൻ്റെ ജോലിക്ക് അതായിരിക്കും നല്ലത്, എത്രയും പെട്ടെന്ന് നിനക്ക് അവിടെ ചെല്ലണ്ടേ? നീയല്ലേ അവിടുത്തെ ചീഫ് ഡിസൈനർ, നീ ചെന്നില്ലെങ്കിൽ അവിടുത്തെ കച്ചവടമൊക്കെ മുടങ്ങിപ്പോവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജയും കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓട്ടോ ഒന്നും വിളിക്കേണ്ട ചേച്ചി, വല്ല കളവണ്ടിയും വിളിച്ച് വിട്, ഇവക്കൊക്കെ പറ്റിയ വണ്ടി അതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തലങ്ങും വിലങ്ങും നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നയനയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അവൾ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഒരു അനക്കുമില്ല. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോൾ ഇച്ചിരി നേരം അകത്ത് പോയി റെസ്റ്റ് എടുക്കുക, അമ്മ വണ്ടി വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്തിനാ വല്യമ്മേ അവക്കൊക്കെ വണ്ടി വിളിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതല്ല, ആദർശ് പോകാൻ നേരം പറഞ്ഞിട്ടാണ് പോയത്, നയനയ്ക്ക് പോകാൻ ഒരു വണ്ടി വിളിച്ച് വിടണമെന്ന്. ഇനി അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മതി, അവൻ വന്നിട്ട് വെറുതെ ഒച്ചയും ബഹളവും വഴക്കിന് നിൽക്കുന്നത്, എന്തിനാ ഞാൻ വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് ഒഴിവാകുന്നുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു വണ്ടി വീടിന് മുറ്റത്ത് വന്ന് നിന്ന് ഓണടിക്കുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും മുറ്റത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിപ്പോൾ ആരാ ദേവയാനി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്? അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വാ എന്നും പറഞ്ഞ് ദേവയാനി മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജാനകിയും ജലജയും അനാമികയും നയനയും എല്ലാവരും അവരുടെ പിന്നാലെ പോവുകയാണ്. നവ്യയും അവർ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുറ്റത്തേക്ക് വന്നപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഇതാരുടെ കാറാ, ഇതാരായി വന്നേക്കുന്നത്? അപ്പോഴേക്കും ദേവയാനി ആ കാറ് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ചിട്ട് ഐശ്വര്യമായിട്ട് നീ ഇതങ്ങ് മേടിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലമ്മേ ഈ താക്കോലോ, എനിക്കെന്തിനാ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. അപ്പം മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, അല്ല ദേവയാനി ഇത് ആരുടെ കാറാ, ഇത് നമ്മുടെ കാറാണോ? അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതെ മുത്തശ്ശ, ഇത് നമ്മുടെ കാറാ, അല്ല നയനയുടെ കാറാ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറയുന്നത്, എൻ്റെ കാറോ? അതെ നയന, ഇന്നു മുതൽ ഇത് നിൻ്റെ കാറാണ് എന്ന് പറയുന്നുണ്ട്. അനാമിക ചോദിക്കുകയാണ്, അല്ല വല്യമ്മ ഇപ്പോഴല്ലേ പറഞ്ഞത് ഇവർക്ക് പോകാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കാറ് വിളിച്ചു കൊടുക്കുകയാണെന്ന്, എന്നിട്ട് സ്വന്തമായിട്ട് കാർ വാങ്ങി കൊടുക്കുവാണോ? അത് പിന്നെ ആദർശ് വിളിച്ചു പറഞ്ഞു അവൾക്കൊരു കാറ് വാങ്ങി കൊടുക്കണമെന്ന്, അപ്പം പിന്നെ ഞാനങ്ങ് ബുക്ക് ചെയ്തു എന്നേ ഉള്ളൂ.
ഇത് കേട്ട് ജലജ പറയുന്നുണ്ട്, കണ്ട അനാമികെ, നമ്മൾ സംശയിച്ചത് ശരിയാണ്. അവൾക്കിപ്പോൾ നയനോട് വലിയ സ്നേഹമാണ്. അതെനിക്ക് മനസ്സിലായി അപ്പച്ചി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ അനാമികയും പറയുന്നുണ്ട്. നവ്യ അപ്പോൾ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നല്ല അടിപൊളി കാറ് എന്ന് പറഞ്ഞ് നവ്യയും അതിന് ചുറ്റും നടക്കുന്നുണ്ട്. ചന്തുമോളാണെങ്കിലും ഹായ് നല്ല കാറ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി നയനാമേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഓ ഇവക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഏട്ടത്തി ആ കാറ് മേടിച്ചത്. ഇവക്കിവിടെ അമ്മയെ കാണാൻ പോകണമല്ലോ, അപ്പം മരുമോക്കായിട്ട് കൊടുക്കുവാണെങ്കിൽ അവൾ കൊണ്ടുപോയിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതൊന്നും അല്ല ജാനകി, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും മരുമോളും മകനെ വിട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ അവളെ ഇവിടെ പിടിച്ച് നിർത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഏട്ടത്തിയുടെ അടവാണിതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അവളെ പിടിച്ച് നിർത്തേണ്ട കാര്യം എനിക്കില്ല. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം. ഞാൻ ആരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ അത് ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കും. അത് ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നും ഞാൻ പോകാറില്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്തായാലും ദേവയാനി നീ ചെയ്തത് നല്ല കാര്യമാണ്. നയനമോള് കാരണം നമ്മുടെ കമ്പനിക്കുണ്ടായ ലാഭം ചില്ലറയൊന്നുമല്ല. പിന്നെ നിനക്ക് നിൻ്റെ മരുമോളോട് സ്നേഹമുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് നീ ഇങ്ങനെ തെളിയിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ ദേവയാനി കണ്ണ് കാണിക്കുന്നുണ്ട്. കാരണം സ്നേഹത്തിലാണെന്നുള്ള വിവരം മറ്റുള്ളവരറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അല്ല നയനമോളെ, നിനക്ക് കാർ ഓടിക്കാനൊക്കെ അറിയുമോ? അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. പണ്ട് അനി എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചത് അമ്മ ഓർക്കുന്നില്ലേ? അന്ന് സ്റ്റേഷനിലൊക്കെ കയറിയത്. അതിനുശേഷം ആദർശേട്ടൻ തന്നെ എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചു. എനിക്ക് ലൈസൻസും ഉണ്ടമ്മേ, അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാം. ചേച്ചി വാ, കയറി നോക്ക്, മുത്തശ്ശനും മുത്തശ്ശിയും വാ, കയറ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കയറി, നവ്യയും കയറി, ചന്തുമോളും കയറുന്നുണ്ട്. അങ്ങനെ ദേവയാനയും കയറ്റിക്കൊണ്ട് നയന അവിടെ തന്നെ ഒരു റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് അനാമിക പറയുന്നുണ്ട്, കണ്ടോ അപ്പച്ചി, അവളുടെയൊക്കെ ഒരു യോഗം കണ്ടോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളുമാരാ വലിഞ്ഞു കയറി വന്നിട്ട്. അവളുടെയൊക്കെ ഒരു യോഗം കണ്ടോ? 19 ലക്ഷം രൂപ വിലയുള്ള കാറാ. ഹോ, അവളുടെയൊക്കെ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട്, അതാ മോളെ ഞാൻ പറയുന്നത്, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും യാതൊരു വിവരവും ഇല്ല. ആരെ എവിടെ വെക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവർ കാണിക്കുമോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അമ്മേ, ഇത്രയും കാലമായിട്ട് അമ്മ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തന്നിട്ടുണ്ടോ? കണ്ടോ, അവരുടെ മരുമകൾക്ക് ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും അവർ വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എൻ്റെ മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ അമ്മ വാങ്ങിത്തരുമല്ലോ. മോക്കെന്താ കാറ് വേണോ? അമ്മ വാങ്ങിത്തരാമല്ലോ. എനിക്ക് കാറൊന്നും വേണ്ട. എനിക്കും എനിക്കിവിടെ വാങ്ങിയ കാറ് പോലും ഓടിക്കാൻ ആളില്ലാതെ അവിടെ കിടക്കുക. എനിക്ക് സ്വന്തമായിട്ടും ഒരു കാറുണ്ട്, അച്ഛനും അമ്മയ്ക്കും കാറുണ്ട്. ഇപ്പം വീട്ടിലാണെങ്കിൽ കാറിടാനുള്ള ഇടയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കാറൊന്നും വേണ്ട. അമ്മ എനിക്ക് വേറെ എന്തെങ്കിലും സമ്മാനം തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. മോക്ക് എന്ത് സമ്മാനം വേണമെങ്കിലും ഈ അമ്മ തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അവളുടെ നിന്ന് കുറച്ച് കാശടിച്ച് മാറ്റാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ അനാമിക. അങ്ങനെ നയന ഇവരെയൊക്കെ റൗണ്ട് അടിച്ച് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാറൊന്ന് ഓടിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതിനെന്താ മുത്തശ്ശ, ഇപ്പം തന്നെ പോകാമല്ലോ, കയറിക്കോ എന്നൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്നിട്ട് മോള് പോയിട്ട് തിരിച്ചു വരുന്നവരെ ഞങ്ങളവിടെ നോക്കി നിൽക്കണ്ടേ, അതുകൊണ്ട് ഇപ്പം വേണ്ട, മോള് പൊക്കോ, പിന്നീട് എപ്പോഴേലും ഞാൻ എടുത്തോളാം വണ്ടി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഇത്ര നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. മറ്റവരാരും കേൾക്കാതാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം നവ്യ പറയുകയാണ്, എന്തായാലും അമ്മായിയുടെ തെറ്റ് മറയ്ക്കാൻ അമ്മായി ഇങ്ങനെയൊക്കെ ചെയ്തത് നല്ല കാര്യം തന്നെ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് നവ്യ വഴക്ക് പറയുന്നുണ്ട്. അല്ല നയന, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്വന്തം മകൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചേച്ചിയും അവരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണോ? പിന്നെ ഞാൻ എന്താ നയനെ പറയേണ്ടത്?
ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സമ്മാനം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്നറിയുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ഞാൻ നയനെ സ്നേഹിച്ചതല്ലേ നവ്യെ, എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അന്നു മുതലേ എനിക്ക് എൻ്റെ മോള് ജീവൻ തന്നെയാ. ഇവരാരും അറിഞ്ഞിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, ഇനിയും ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞ് ഇനിയൊരു പ്രശ്നം വേണ്ട നവ്യെ. സത്യങ്ങളൊന്നും ഈ കുടുംബത്തിൽ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് മോള് കയറിപ്പോക്കോ, കുഞ്ഞുറക്കമല്ലേ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അങ്ങനെ നയന എല്ലാവരുടെ മുന്നിൽ കൂടെ ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും അവളെ കളിയാക്കി എല്ലാവരുടെ മുന്നിൽ കൂടി തന്നെ നല്ല ഗമയ്ക്ക് കാർ ഓടിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് അനാമികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കണ്ടോ അവളുടെ ഒരു അഹങ്കാരം കണ്ടോ? നമ്മളെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അവൾ നല്ല പോസിലൊക്കെ അങ്ങ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേന് സെക്യൂരിറ്റി പറയുന്നുണ്ട്, അല്ല മാഡം, അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒച്ച വെക്കാമെന്ന് പറയുകയാണ്. ആ ശരി, എന്തായാലും എൻ്റെ ഹസ്ബൻഡിനെ അവിടുത്തെ മീറ്റിംഗ് കഴിച്ചെങ്കിൽ ഒന്നിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ? എല്ലാവരെയും വിളിക്കണേ എന്ന് പറയുന്നുണ്ട്. ശരി മാഡം, ഞാനൊന്ന് നോക്കട്ടെ, മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് സെക്യൂരിറ്റി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആദർശും ജയനും അജയനും അനിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കൂടെ അഭിയുമുണ്ട് കേട്ടോ. ഇറങ്ങി വരുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ച നയന കാറിനകത്തിരിക്കുന്നതാണ്. ആദർശ് അപ്പോൾ ചോദിക്കുകയാണ്, അല്ല നയന, ഈ കാർ ആരുടെയാ? എവിടെ നിന്നാണ് ഈ കാറ്? അമ്മയപ്പം ആദർശേട്ടനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒരു ടാക്സി വിളിച്ച് പറഞ്ഞയക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതേത് കാറാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഇതേത് ആരുടെ കാറാ ഏട്ടത്തി? നല്ല അടിപൊളി കാറാണല്ലോ. ഇതെനിക്ക് എൻ്റെ അമ്മ സമ്മാനമായിട്ട് തന്ന കാറാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അമ്മയോ? ഏതമ്മ? അത് പിന്നെ എൻ്റെ അമ്മായിയമ്മ. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ജയൻ ചോദിക്കുന്നുണ്ട്, ദേവയാനിയോ? കൊള്ളാലോ. അതെ, അമ്മ തന്നെ. ഞാൻ രാവിലെ ഓട്ടോയ്ക്ക് വരണമെന്നും പറഞ്ഞ് അവിടെ എന്നെ ചിലരൊക്കെ കളിയാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്കൊരു യോഗ്യതയില്ല, ഓട്ടോയിൽ പോകാനുള്ള യോഗ്യത എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നിന്നപ്പോൾ അതൊന്നും കേട്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് സഹിച്ചില്ല. അപ്പം തന്നെ അരമണിക്കൂറിനുള്ളിൽ റെഡി ക്യാഷും കൊടുത്ത് കാർ വീട്ടുമുറ്റത്തെത്തി. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ പിന്നെ മതിയെന്ന് പറഞ്ഞ് അമ്മായിമ്മ അപ്പം തന്നെ എനിക്കൊരു സർപ്രൈസ് തന്നതാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്നാലും ഏട്ടത്തിയുടെ ഒരു ഭാഗ്യം തന്നെ. ഏട്ടത്തി, നമുക്ക് അന്ന് പോയാലോ, ഒരു റൈഡ് പോയാലോ? പോലീസുകാരെ പോയി ഇടിക്കാം എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, ഞാൻ ചെയ്തതിപ്പോൾ എനിക്ക് തന്നെ പാരയായോ? ആദർശിൻ്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇനി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? മരുമോള് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്താ അഭി, കാർ ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ നയന ചോദിക്കുമ്പോൾ, പിന്നെ സൂപ്പർ കാറല്ലേ, ഇതാർക്കാ ഇഷ്ടപ്പെടാത്തത് എന്നിങ്ങനെ അഭിയും പറയുന്നുണ്ട്. അങ്ങനെ ആദർശിനെയും അജയനെയും ജയനെയും അഭിയെ അനിയൊക്കെ വെച്ചുകൊണ്ട് നയന തന്നെ കാർ ഓടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ ഡ്രൈവിങ്ങിനെയും എല്ലാവരും പുകഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് അത്രയും ലക്ഷം രൂപയുടെ കാർ ലഭിച്ചിരിക്കുകയാണ്. നയന അപ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്കിന്ന് വൈകിട്ട് കാറുമായിട്ട് അമ്മയുടെ അച്ഛൻ്റെ അരികെ വരെ പോകണം എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ നയന? അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കുഞ്ഞ് എൻ്റേതാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ വാങ്ങിച്ചു തരുന്നതെന്നായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ.